നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാസ്റ്റർ ക്ലാസ് എപ്പിസോഡ് ഏകദേശം 200 കഴിഞ്ഞു. ഒരുപാട് പേർക്കിത് അസ്ട്രോളജിയെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക്, ജിജ്ഞാസുക്കൾക്ക് ഈ ക്ലാസ്സുകൾ ഒരു ഉപകാരമാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസവും ആ ഉറപ്പുമാണ് എന്നെ വീണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നുണ്ട്, ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നറിയുന്നത് തന്നെ എന്നെപ്പോലുള്ളവർക്ക് ഒരു സമാധാനവും സന്തോഷവും മുന്നോട്ടോരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പം ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ഈശ്വരാനുഗ്രഹത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5-ാം ഭാവത്തെക്കുറിച്ചും 5-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചുമാണ്. മറ്റു ഭാവങ്ങളെക്കാട്ടിലും ഞാൻ കൂടുതലായിട്ട് 5-ാം ഭാവത്തെ എടുത്തു പറയുന്നതിൻ്റെ ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ള ഭാവങ്ങളിൽ ഒരു ഭാവമായിട്ടാണ് ഞാൻ 5-ാം ഭാവത്തെ കാണുന്നത്. കാരണം 5-ാം ഭാവമാണ് ഉപാസനയുടെ ഭാവം, അല്ലെങ്കിൽ ഉപാസന നിശ്ചയിക്കുന്നത് 5-ാം ഭാവത്തിൻ്റെ കാര്യം പ്രധാനമായിട്ട് നോക്കും. 5-ാം ഭാവം, അതുപോലെ 9-ാം ഭാവം. പ്രത്യേകിച്ച് 5-ാം ഭാവം ഉറപ്പായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ പ്രജ്ഞ, മേധ, വിവേകശക്തി ഒക്കെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മളോട് ഉള്ള സ്നേഹം, നമുക്ക് നമ്മളെ അറിയാൻ സാധിക്കുന്നതൊക്കെ ഈ 5-ാം ഭാവത്തിൻ്റെ രീതികളനുസരിച്ചാണ്. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭാവത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ത്രികോണഭാവങ്ങൾ എപ്പോഴും 1, 5, 9 ത്രികോണഭാവം, പ്രത്യേകിച്ച് 5, 9 സുഹൃതത്തെ കുറിക്കുന്നതും നമ്മുടെ ആന്തരിക സന്തോഷത്തെ തരുന്നതുമാണ്. ആന്തരിക സന്തോഷമില്ലായ്മ ഇന്ന് ലോകത്തിൽ പലതുണ്ടായിട്ടും അതിൻ്റെ ഒരു കുറവ് ഒരുപാട് ഏരിയകളിൽ നമുക്ക് കാണാം. പല മേഖലകളിൽ ഫേമസ് ആയിട്ടുള്ളവർ, ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയത്തിലെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്നവർ, നേഷൻ്റെ തന്നെ, ഒരു രാജ്യത്തിൻ്റെ തന്നെ പല സുപ്രധാനമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പലരും, പല പൊസിഷൻസിലിരിക്കുന്നവരും, വലിയ MNC കമ്പനികളുടെ ടോപ്പ് ലെവലിലിരിക്കുന്നവർ പലരും ഡിപ്രഷൻ എന്ന് പറയുന്നൊരു വലിയ അവസ്ഥയ്ക്ക് വിധേയരായി തളർന്നിരിക്കുന്നത് നമുക്ക് അന്വേഷിച്ചാലും അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസ് വായിച്ചാലും മനസ്സിലാവും. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് മേഖലകളിലുള്ളവർ, ഒളിമ്പിക്സിൽ നിരവധി മെഡലുകൾ സമ്പാദിച്ചവർ, അതാത് മേഖലകളിൽ പല കാര്യങ്ങളും ചെയ്ത് സന്തോഷിച്ചവർ, സിനിമാ നടന്മാരൊക്കെ പലരും, ഇപ്പം ഹിന്ദിയിലൊക്കെ ഒരു പയ്യൻ, മോട്ടിവേഷൻ സ്പീക്കറും കൂടിയായിരുന്നു പുള്ളി, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടൻ, സൂയിസൈഡ് ചെയ്തു. വളരെ സാധാരണ തലത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മെഡൽ നേടുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ മരണം വളരെ ദയനീയമാണ്. ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായി ലാസ്റ്റ് സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നു. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ ബന്ധപ്പെട്ട് മിടുക്കരായിട്ടുള്ള ടോപ്പ് ലെവലിലേക്ക് എത്തുന്നവർ പലരും ജീവിതം വേണ്ടാന്ന് വെക്കുന്നു, ട്രെയിൻ ചാടി മരിക്കുന്നു, പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പലരും, ഇപ്പം നമ്മളെയൊക്കെ സമീപിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പലരും വളരെ കഷ്ടപ്പെട്ടിട്ടും എത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എത്തിപ്പെടുന്നത് മെറ്റീരിയലായിട്ടുള്ള സക്സസ് മാത്രം പോരാ. ഒരാളുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് പോവാൻ അതിനെന്ത് വേണം? മനസ്സിൻ്റെ സമാധാനം വേണം, സോളിന് തൃപ്തിയാവുന്ന കാര്യങ്ങൾ വേണം. നമുക്ക് നമ്മളോടൊരു ഇഷ്ടം വരണം. നമുക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്നത്? ജീവിതത്തോടുള്ള വെറുപ്പ്, മടുപ്പ്, തളർച്ച, സ്വന്തമായിട്ടുള്ള ഒരു ഇടിച്ചു താഴ്ത്തൽ, ഇതെല്ലാം നമ്മുടെ സൂയിസൈഡിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കും. സൂയിസൈഡ് ചെയ്യാൻ കാരണം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനെല്ലാം കാരണം എന്താണ്? ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ: നമുക്ക് നമ്മളോടുള്ള ഇഷ്ടമില്ലായ്മ, നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലായ്മ. നമ്മുടെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലായ്മയാണ് പലപ്പോഴും
നമ്മുടെ മൂല്യം നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയാത്തതെന്ന് മനസ്സിലാക്കിയ ഋഷിമാരാണ് ഉപാസനാദി വിഷയങ്ങൾ, പല തരത്തിലുള്ള സ്പിരിച്വാലിറ്റി എന്താണെന്നും നമ്മുടെ ഉള്ളിലെ സോളിൻ്റെ പേർപ്പസ് എന്താണെന്നും സോളിനെക്കുറിച്ചുള്ള അറിവെന്താണെന്നും മനസ്സിലാക്കിയ ഋഷിമാരാണ് അനവധികളായിട്ടുള്ള ഉപാസനാ മാർഗങ്ങൾ പറഞ്ഞു തന്നത്. ആ ഉപാസനാ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു വെളിച്ചമായിട്ടാണ്, ഒരു കാഴ്ചയായിട്ടാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളെയും ഇതിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. പക്ഷേ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 5-ാം ഭാവമാണ്. 5-ാം ഭാവമാണ് ഉപാസന എന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്ന ഗ്രഹം, ആ നിൽക്കുന്ന ഗ്രഹത്തിനോട് ചേരുന്ന ഗ്രഹം, നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രാധിപൻ, ആ 5-ാം ഭാവത്തിൻ്റെ ഭാവാധിപൻ, കാരകൻ, അതിലേക്ക് നോക്കുന്ന ഗ്രഹം, ഇങ്ങനെ അനവധി വിഷയങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് 5-ാം ഭാവത്തിൻ്റെ ഫലം വരുന്നത്. ഞാൻ ഇപ്പോൾ 5-ാം ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഫലം പറയുമ്പം അങ്ങനെ മാത്രം വരും എന്ന് പ്രതീക്ഷിക്കരുത്. ഒറ്റയ്ക്ക് മാത്രമായിട്ട് മിക്ക ജാതകങ്ങളിലും ഒരു ഗ്രഹം ഉണ്ടാവില്ല. ചിലപ്പോൾ അവിടെ ആരും കാണില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രഹമായിരിക്കും നിൽക്കുന്നത്. നിൽക്കുന്നവരും നോക്കുന്നതും ആ നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെ ബലം, കാരകൻ്റെ ബലം, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ആ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹം, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു ഫൈനൽ ഫലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമുക്ക് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ. കാരണം ഒരു പോയിന്റിൽ കുത്താതെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 5-ാം ഭാവം എന്ന വിഷയത്തെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളൊരു എവിടെയെങ്കിലും ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ ആ റേഡിയസിൽ ആ ഒരു എത്ര വലിപ്പത്തിൽ അത് ഇൻഫിനിറ്റ് റേഡിയസിൽ അത് വരച്ചാലും, നിങ്ങളുടെ അന്വേഷണം ഇൻഫിനിറ്റ് റേഡിയസിലായാലും ശരി, പോയിന്റ് അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിശദമായിട്ട് ഈ ഭാവത്തെ എടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് പലപ്പോഴും ആൾക്കാർ പ്രണയപരാജിതരായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. 5-ാം ഭാവമാണ് പ്രണയം എന്നുള്ളത്. കാരണം പ്രണയം പരാജയപ്പെട്ടിട്ട് ഒന്നുമാവാൻ വയ്യാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായിട്ട് വരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഒരുപാട് കഥകളുണ്ട് അതിനകത്ത് പറയാൻ, ചതിക്കപ്പെടുന്നത് എന്നൊക്കെ. അപ്പം ഇതിനകത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്ക് വേണ്ടി പോലും കുട്ടികൾ, ആണായാലും പെണ്ണായാലും, ആത്മഹത്യക്കോ ഒന്നിനും വേണ്ടി ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു പ്രണയത്തിൻ്റെ പരാജയം, അത് ആ മാനസികാവസ്ഥയെ ഓവർകം ചെയ്യാൻ പറ്റാത്ത, ആ ഒരു ട്രോമയെ ഓവർകം ചെയ്യാൻ പറ്റാതെ ഓരോരുത്തർ ചാടി മരിക്കുന്നു. 2 ദിവസം മുമ്പ് ഒരു കുട്ടി ട്രെയിൻ ചാടി ഇതുപോലെ സൂയിസൈഡ് ചെയ്തു. ഞാൻ ചെറിയൊരു ന്യൂസാണ്, ഞാൻ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാറില്ല. പക്ഷേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത് ഞെട്ടിപ്പോയി. ഇനി അത് പ്രണയമാണോന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ, അച്ഛനമ്മമാർ മരിച്ചാൽ പോലും ആത്മഹത്യ ചെയ്യാത്തവർ പ്രണയപരാജയത്തിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഒരുപാട് പേര്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനകത്ത് സാധാരണക്കാരനുണ്ട്, ക്ലാസ് ടോപ്പേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ഉണ്ട്, സാധാരണക്കാരുണ്ട്. കാരണം ഇത് 5-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം അത് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതാണ്, അകത്തേക്ക് കയറി ചെല്ലുന്നതാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ഹാപ്പിനെസ്സിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ 5th ഹൗസിൻ്റെ ലോഡും 5th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരും. പ്രത്യേകിച്ച് ചന്ദ്രനൊക്കെ 5-ൽ നിന്നാൽ അത് മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് പലതരത്തിലുള്ള പാപബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റിയും ഒരു ഭയവും ഫിയറും ഒക്കെ ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്ലാനറ്റ് ബുധൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, കാരണം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ഉപയോഗിക്കാം. ഇതൊക്കെ ജസ്റ്റ് എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഇവരിതൊക്കെ ഉള്ളിലേക്ക് എടുക്കേണ്ടത് എന്തിനായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പലരും നമ്മളെ വിളിക്കാറുമുണ്ട്. നിസ്സഹായതയോടുകൂടി കേട്ടിരിക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്, പലരെയും. അപ്പം നമ്മൾ ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എത്രത്തോളം ചൂഷണം ചെയ്യാവോ അത്രത്തോളം ചൂഷണം ചെയ്തിട്ട് അവസാനം അത് മതിയായി കഴിയുമ്പോൾ ഒരു വാക്ക് പോലും പറയാതെ ഒറ്റ മുങ്ങൽ വാനിഷായി പോവുക.
എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇവരുടെ കുറ്റങ്ങളാണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു ക്രൂരത. ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിലൊക്കെ പോയി പെടുന്നത് ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും. അത്യാവശ്യം സ്നേഹിക്കാനും അത്യാവശ്യം ഇടപെടാനും അത്യാവശ്യം കെയർ ചെയ്യാനും ഒക്കെ കഴിവുള്ള അത്യാവശ്യം മാനുഷിക മൂല്യങ്ങളുള്ള ആൾക്കാരായിരിക്കും. അവർക്കാണല്ലോ ഈ വീഴ്ചകൾ വിക്റ്റിം ആവാൻ എപ്പോഴും മാനുഷിക മൂല്യമുള്ളവർക്കാണല്ലോ പറ്റുന്നത്. മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണല്ലോ വിക്റ്റിം ആവാൻ പറ്റുന്നത്. അല്ലാത്തവർക്ക് എന്താണ്? അല്ലാത്തവർക്കൊരു വിഷയമില്ല. അപ്പോൾ അവർ പലരും ഏതൊക്കെ തലത്തിലെത്തേണ്ടവരാണ്, ഏതൊക്കെ സ്വപ്നങ്ങളിലേക്ക് എത്തേണ്ടവരാണ്. ഓരോ വ്യക്തികളുടെ ഇരയായി പോയിട്ട് അവരുടെ ജീവിതം തന്നെ ഡ്രഗ്സിലേക്കും ഒന്ന് സമാധാനത്തിന് വേണ്ടി ചിലർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരും, അവർ രക്ഷപ്പെട്ടു പോകും. അതല്ലാത്ത ചില ആൾക്കാർ വീണ്ടും വീണ്ടും അതിൽ നിന്ന് രക്ഷ നേടാൻ വേറെ റിലേഷൻഷിപ്പുകളിലേക്കും അതുപോലെ തന്നെ പല അലന്ന കൂട്ടുകെട്ടിലേക്കും അവർക്ക് അവരെ തന്നെ ഇഷ്ടമല്ലാതെയാവുകയും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് പലപ്പോഴും തകർന്നടിഞ്ഞു പോകുന്ന ഒരുപാട് പേരെ കാണാം. നമ്മളിങ്ങനെ നിസ്സഹായതയോടെ നോക്കിക്കും. ചില ആൾക്കാർ ആ ട്രോമയിൽ നിന്ന് കയറി വരികയും ചെയ്യും, കയറി വന്നവർ നല്ല വ്യക്തികളായി മാറുകയും ചെയ്യും. പക്ഷെ മിക്കപ്പോഴും അത് ആ കയറി വരുന്ന ആ ഒരു സിറ്റുവേഷൻ, ചീറ്റിങ്ങിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുമ്പം വളരെ സങ്കടമായിരിക്കും. കാരണം മനുഷ്യനാണ് അത് അനുഭവിക്കുന്നത്. ഒരിക്കൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ഒരിക്കൽ ആത്മാർത്ഥമായിട്ട് കൂടെ കൂട്ടിയതിൻ്റെ പേരിൽ, വിശ്വസിച്ചതിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്നത് അവരുടെ ജീവനും അവരുടെ ലൈഫും ഒക്കെയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരോടും പറയുന്നത്, പ്രത്യേകിച്ച് കുട്ടികളോട്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലോ അത് ഏത് ബന്ധവുമാവാം, സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ബന്ധവുമാകാം, നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, എന്തുമാകാം, അത് വീട്ടുകാരുമായിട്ടും ആയിക്കോട്ടെ, രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിൽ രണ്ടുപേർക്കും ഒരുപോലെ വളർച്ചയാണ് ഉള്ളത് എങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് വിചാരിച്ചോളുക. രണ്ടു പേർക്കും മെൻ്റലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും, സാമ്പത്തികം മാത്രമായിട്ടുള്ള വളർച്ചയില്ല, എല്ലാ രീതിയിലും രണ്ടു പേർക്കും വളർച്ചയാണ് ഉള്ളത് എങ്കിൽ ആ ബന്ധം നല്ലതാണ്. ഒരാൾക്ക് വളർച്ചയും ഒരാൾക്ക് തളർച്ചയുമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ തളർന്നിരിക്കുമ്പോൾ വേറൊരാൾ അവിടേക്ക് വരിക, അവിടെ സ്നേഹം ഉണ്ടാകുക, അടുക്കുക, ആ ആൾ പൊക്കിക്കൊണ്ട് വരിക, പൊക്കി വന്ന് അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇയാളെ തളർത്തിയിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീയെ തളർത്തിയിട്ട് അയാൾ രക്ഷപ്പെടുക. അങ്ങനെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്തും, അതുപോലെ തന്നെ പുരുഷന്മാരെ ആണെങ്കിലും അവർ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവരെ ചീറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ആ അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി ചൂഷണം ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ് ഈ അഞ്ചാം ഭാവത്തിൻ്റെ രീതികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ട്രോമയൊക്കെ ഉണ്ടായിട്ടുള്ളവർ ഒരു കാര്യം ആലോചിച്ചുള്ള നന്നായി എന്ന് വിചാരിക്കും. ജീവിതം രക്ഷപ്പെടാൻ ഒരു അവസരം ഈശ്വരൻ തന്നതാണ്. ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നൊരു അവസരമാണെന്ന് കരുതിക്കുള്ളൂ. ഒരു ക്ലെൻസിങ് ആയിട്ട് നിങ്ങളുടെ ബാഡ് കർമാസ് എല്ലാം അവർ വലിച്ചുകൊണ്ട് പോയി എന്നങ്ങ് വിചാരിക്കുക. കാരണം ഈ കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പ്രപഞ്ചത്തിനൊരു ഇക്കോസിസ്റ്റം ഉണ്ട്. എപ്പോഴും ഒരു പരിധിക്ക് മേളിൽ എന്തായാലും പോവും. അത് നിങ്ങൾ ഒരു പരിധിക്ക് മേളിൽ ചവിട്ടിത്താത്തിയപ്പോൾ നിങ്ങളെ രക്ഷിച്ചതാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് വേദനാജനകമായിരിക്കാം, പക്ഷേ നിങ്ങളെ രക്ഷിച്ചതാണെന്ന് വിചാരിച്ചോളുക. ഈ വിഷയം ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്നത്തെ കൺസൾട്ടേഷനും ഇങ്ങനൊരു കേസുണ്ടായിരുന്നു. ശരിക്കും 2 കൺസൾട്ടേഷൻ്റെ സമയം ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരുടെ ആ കരച്ചിൽ മൊത്തം ഞാനിരുന്ന് കേട്ടു. ഇത് 1ഉം 2ഉം ഒന്നുമല്ല, എത്രയോ ആയി. അപ്പോൾ അത് നിരന്തരമായിട്ട് കേൾക്കേണ്ടി വരുമ്പം ഒരു സാധാരണ മനുഷ്യൻ, എന്നെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ അത് വിങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിലിരുന്ന് കരയുന്നതൊരു ഇതൊരു പ്രൊഫഷനാണെങ്കിൽ കൂടിയും എൻ്റെ മുന്നിൽ ഇരുന്ന് കരയുന്നതൊരു പച്ചയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ദുഃഖം, അവരെ ഒരു കാലത്ത് സ്നേഹിച്ചതിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടു പോയിട്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നടുക്കടലിൽ തള്ളിയിട്ടത് എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ഗതികേട് നമ്മൾ കാണുമ്പം സങ്കടപ്പെട്ടു പോകും. എന്ത് പരിഹാരമാണ് പറയണ്ടേ? അവരുടെ കൂടിരിക്കാതെ പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈശ്വരൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള ആ വൂണ്ട് ഹീലാവുന്നതിലൂടെ വരുന്ന പ്രകാശം, തന്ത്രശാസ്ത്രത്തിൽ തന്നെ പ്രകാശം, ആ ശിവ അനുഗ്രഹമാണ് ആ പ്രകാശം. അതിലൂടെ നിങ്ങൾക്കൊരു പുതിയ ബർത്ത്, ഒരു പുതിയ ലൈഫ് ഉണ്ടാവുകയാണ്. ആ അവസ്ഥയെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് തെളിഞ്ഞ് പുറത്തേക്ക് വരുന്ന നിങ്ങൾ ഒരു നല്ല വ്യക്തിയായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വൂണ്ട് ഹീലായി പുറത്തേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അവിടെ നമ്മളെ സ്വയം മനസ്സിലാക്കി
നമ്മൾ സ്വയം ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് ഉപാസന എന്ന് പറയുന്നത്. ഉപസമീപേ ആസന. അതിന് ഒരുപാട് ടെക്നിക്കുകൾ പറയുന്നുണ്ട്, ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. അത് ആചാര്യന്മാരിൽ നിന്നും പഠിക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവതയുടെ ഒരു നാമം എടുത്ത് ഡെയിലി ജപിക്കുക. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ ഏതെങ്കിലും ഒരു സഹസ്രനാമം ജപിക്കുക. അല്ലെങ്കിൽ ഭാഗവതോ രാമായണോ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിശ്വാസമാണെന്ന് വെച്ചാൽ അത് ഇതൊന്നുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്ത്രശാസ്ത്രത്തിലെ ഉപായങ്ങളിൽ ആണവോപായത്തിൽപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ശ്വാസത്തെ ശ്രദ്ധിച്ച് കുറേ നേരം ഇരിക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഞാൻ എന്തിനാണ് ഈ ക്ലാസ്സിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിൽക്കുമ്പം ചിലവർക്ക് ക്രൂര സ്വഭാവമായിരിക്കും, ചിലവർക്ക് പോസിറ്റീവ് സ്വഭാവമായിരിക്കും. ഈ 9 ഗ്രഹങ്ങളും 5ൽ നിന്നാൽ നല്ല ഫലങ്ങളും ചെയ്യും, നല്ല വ്യക്തികളായി മാറുകയും ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അത് വ്യാഴത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് ഈ ഓരോ ഗ്രഹങ്ങളും 5ൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉദ്രവം ഉണ്ടാവില്ല. ആ സ്വഭാവം ഉണ്ടാവും, പക്ഷെ നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതേ സമയത്ത് വ്യാഴ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതാണ് ഒരു ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് സങ്കടത്തിലേക്കും ഒക്കെ പോകും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ഭാവത്തിൽ ബുധൻ നിന്നാലുള്ള ഫലം എന്താണെന്ന്. നമുക്ക് ബുധൻ നോക്കാം. ബുധൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബുധനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം ഒന്ന് പോയി നോക്കണം. കാരണം ബുധൻ ഒരു കുട്ടിക്കളിയാണ്. അപ്പോൾ ബുധനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കുറച്ച് കുഴപ്പമുള്ളൊരു പ്ലാനറ്റാണ് ബുധൻ. 5th ഹൗസായിട്ടുള്ള സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടുള്ള, ഇന്നർ ചൈൽഡിൻ്റെ ഭാഗമായിട്ടുള്ള, ഉപാസനയുടെ ഭാഗമായിട്ടുള്ള, സോളിൻ്റെ ഭാഗമായിട്ടുള്ള, പൂർവജന്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗമായിട്ടുള്ള, കാൾ യൂങ്ങിൻ്റെ സൈക്കോളജിയുടെ ഇത് വെച്ച് നോക്കുമ്പം ഡിസയർ ഓഫ് ഇൻഡിവിജ്വേഷൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 5ാം ഭാവത്തിൽ മെർക്കുറി എന്ന് പറഞ്ഞ ഗ്രഹം നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. മെർക്കുറിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയി ഒന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. മെർക്കുറിക്ക് ഒരു കുഴപ്പമുണ്ട്, ആൾ ഭയങ്കര കുട്ടിയാണ്. അപ്പം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, കുട്ടിത്തമാണ്, കൊച്ചു കുഞ്ഞാണ്. അപ്പം പുള്ളിയുടെ കൂടെ ആര് നിൽക്കുന്നു അതിനനുസരിച്ച് സ്വഭാവം മാറും. ഒറ്റയ്ക്ക് നിന്നാൽ, ആരുടെ ഉപദ്രവമില്ലാതെ ഒറ്റയ്ക്ക് നിന്നാലുള്ള കാര്യം ഞാൻ പറയാം. പണ്ഡിതരായിരിക്കും, സന്തോഷവാനായിരിക്കും, ഹാസ്യം എപ്പോഴും പറയാൻ താല്പര്യമുള്ളതായിരിക്കും, ഹാസ്യത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഹ്യൂമർ സെൻസ് ഉണ്ടാവും, ഹ്യൂമറിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഹ്യൂമർ പറയുകയും ചെയ്യും. ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുപോലെ മന്ത്രിയോ ഉപദേശകനോ അങ്ങനെയൊക്കെയുള്ള ലെവലിൽ രാജാവാകാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര തുറന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ്, ഉപദേശകനോ മന്ത്രിയോ ഒക്കെ ആവാനുള്ള കഴിവ് ഉണ്ടാവും. നല്ല ബുദ്ധി ഉണ്ടാവും. സെക്കൻഡ് ഓർഡർ നോളജുകളിൽ അഗ്രഗണ്യനായിരിക്കും. അതായത് വിസ്ഡമല്ല, എക്സാമിനേഷനുകളിൽ റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആവാൻ കഴിവുള്ളവരായിരിക്കും. 5ാം ഭാവത്തിലും 2ാം ഭാവത്തിലൊക്കെ ബുധൻ ബലവാനായി നിന്ന്, ബുധൻ ഒറ്റയ്ക്ക് 5ൽ നിന്നാൽ, ബുധൻ ഒരാളുടെ ജാതകത്തിൽ ബലപ്പെട്ടാൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. കഴിവായിരിക്കും. മാത്സ്, കണക്കിനോട് ഒക്കെ ഭയങ്കര കഴിവായിരിക്കും. മന്ത്രങ്ങളിലും ദേവപൂജകളിലും ഒക്കെ താല്പര്യമുണ്ടാവും. ഒരു ചിട്ടയോടുകൂടി അങ്ങനെ പോവും. ഭയമുണ്ടായിരിക്കും, ഭീതി ഉണ്ടാവും. എപ്പോഴും ഒരു ഭയം, എന്താവും ഏതാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുമെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാവരെയും നിരീക്ഷിച്ചായിരിക്കും നിൽക്കുന്നത്. വൈശ്യനാണ്, ലാഭത്തോടെ നല്ല താല്പര്യം, എന്ത് ചെയ്യുമ്പോഴും ഒരു ലാഭം ഉണ്ടാവും, ഭക്തി ഉണ്ടാവും, ധർമ്മം ഉണ്ടാവും, പക്ഷേ ലാഭചിന്തയും ഉണ്ടാവും. നല്ല കച്ചവടക്കാരും ഉണ്ടല്ലോ, ധർമ്മബോധമുള്ള കച്ചവടക്കാരുമുണ്ട്. അതുപോലെ തന്നെ ബുധൻ ഒറ്റയ്ക്ക് 5ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈംഗിക വൃത്തികളിൽ നല്ല താല്പര്യമുണ്ടാകും. അത് നിമിത്തമുള്ള ധാതു നഷ്ടവും ഒക്കെ വരാം. കുട്ടികളിയായിരിക്കും. കളിപ്പാട്ടത്തോട് തോന്നുന്ന ഒരു കൗതുകം ഇവർക്ക്, ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളോടും ഒരു കൗതുകം, വല്ലാതൊരു കൗതുകം ഇവർക്കുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതോടൊപ്പം തന്നെ പോസിറ്റീവ് ട്രേറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 5th ഹൗസ് മെർക്കുറി അല്ല, ബുധൻ്റെ ഒരു പ്രത്യേകത ദൂതനാണല്ലോ. ദൂതനായതുകൊണ്ട് ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും ഇവരുടെ ഇടപെടുന്ന ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ച് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ റൈറ്റിംഗ് എബിലിറ്റി, സ്പീക്കിംഗ് എബിലിറ്റി, നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കും. അതുപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള
ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആങ്കറിങ് ഒക്കെ, അതുപോലെ തന്നെ ഈ RJs ഒക്കെ കണ്ടിട്ടില്ലേ, ഈ റേഡിയോ ജോക്കീസ്, അവരുടെയൊക്കെ സംസാരവും രീതി ആ ട്രെയിൻഡാണ്, നല്ല രസം അത് കേൾക്കാൻ. പക്ഷേ നിങ്ങൾ അവരുടെ പേഴ്സണലി എനിക്ക് 1-2 RJമാരെ അറിയാം. അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ ഈ സ്റ്റൈലും വർത്താനമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതൊരു പ്രൊഫഷനായിട്ട് അവർ കാണുന്നുള്ളൂ. ഇങ്ങനെ സ്റ്റൈലായിട്ട് ഭയങ്കര രസത്തിൽ ഇവർ സംസാരിക്കും, ഭയങ്കര താളത്തിൽ ഒരു രീതിയിൽ ഇവർ സംസാരിക്കും. പക്ഷേ ആക്ച്വലി അതല്ല അവരുടെ ലൈഫ്, ആ ഒരു സ്റ്റൈൽ, അതിനാ ഒരു ഇതില്ല. എല്ലാവരുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട് ഇവരൊരു വാക്കുകൾ ഉപയോഗിക്കുന്ന അവരുടെ ഒരു ശൈലിയുമൊക്കെ. അപ്പം ഞാൻ അത് പലരും ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ 5th ഹൗസ് അല്ല 2nd ഹൗസ് ആയിരുന്നു ബുധൻ. അത് പലർക്കും എനിക്കറിയാവുന്ന 1-2 പേരുടെ ജാതകം നോക്കിയപ്പം 2ാം ഭാവാധിപൻ ബുധനോ അല്ലെങ്കിൽ 2ൽ ബുധനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുധൻ്റെ ഒരു ബന്ധം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ 5th ഹൗസ് ആകുമ്പം എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു റൈറ്റ്, അതുപോലെ തന്നെ ആക്ടിങ്, അതേപോലെ തന്നെ എഴുതാനും വായിക്കാനും പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഇവർക്കുണ്ടാകും ബുധൻ. ഈ ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നോ അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഇവൻ ബുധൻ നിൽക്കുന്ന രവിയുടെ കൂടെ ആണെങ്കിൽ ഈ ഭയം മാറിയിട്ട് കുറച്ചുകൂടെ ആധികാരികതയായിരിക്കും വരുന്നത്. കാരണം രവി ബുധയോഗം നിപുണയോഗം എന്നാണ്. കാരണം രവിയുടെ ആ ഒരു റോയൽ സ്വഭാവം കൂടെ ബുധന് വരുമ്പോഴത്തേക്ക്, ബുധനുമായിട്ട് ആ ഒരു ജോയിൻ വരുമ്പോഴത്തേക്ക്, അവരുടെ ഒരു ഓവർലാപ്പിങ് വരുമ്പോഴത്തേക്ക് ബുധൻ്റെ ഒറ്റയ്ക്കുള്ള കുറവുകളെ പലതും രവി അങ്ങ് നികത്തും, രവിയുടെ പല കുറവുകളെയും ബുധൻ നികത്തുകയും ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ ചേരുമ്പോൾ ഒരു നിപുണയോഗം ഉണ്ടാവും. അതേപോലെ തന്നെ പല ഗ്രഹങ്ങളും ചേരുന്നതിനനുസരിച്ച് ബുധൻ്റെ സ്വഭാവം മാറും. ബുധൻ ശനിയുമായിട്ട് യോഗം ചെയ്യുമ്പോൾ, ബുധൻ രാഹുവായിട്ട് യോഗം ചെയ്യുമ്പോൾ ഒക്കെ വ്യത്യാസം. ബുധൻ രാഹു ബന്ധങ്ങളാണ് മുമ്പേ പറഞ്ഞ പോലെ സ്വാർത്ഥരായിരിക്കും, കടുത്ത സ്വാർത്ഥരായിരിക്കും, ഫാൻറ്റസി ലവേഴ്സ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ചതിയന്മാരും ആയിരിക്കും. ബുധൻ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ, രാഹു ബുധൻ്റെ നക്ഷത്രത്തിൽ, രാഹു ബുധയോഗം, അതേപോലെ തന്നെ രാഹു ബുധയോഗം സംഭവിക്കുമ്പോൾ 5ാം ഭാവാധിപനായ ഗ്രഹം നീചനായി പോവുക, ഇങ്ങനെയൊക്കെ വന്നാൽ, അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ ബുധൻ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ബുധൻ്റെ നക്ഷത്രത്തിൽ രാഹു നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഹു ബുധൻ്റെ ഒരു ഇത് പാപബന്ധത്തോടുകൂടി, ചൊവ്വയുടെയോ അല്ലെങ്കിൽ ശനിയുടെയോ ബന്ധത്തോടു കൂടിയാണ് ബുധൻ നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാർത്ഥത ഭയങ്കര കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ 5th ഹൗസ് ബുധൻ ക്വിക്ക് വിറ്റ് ഇൻ റൊമാൻസിലേക്ക് പെട്ടെന്ന് ഒരു ചാമിങ്ങും, അതുപോലെ തന്നെ മെൻ്റലി ഭയങ്കര അടുപ്പിക്കാൻ കഴിവുള്ളവരുമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒന്നിൽ ബുധന് ചന്ദ്രൻ്റെ ബന്ധം വേണം, അല്ലെങ്കിൽ ബലവാനായ ചന്ദ്രൻ്റെ, ചുമ്മാതെ ഒരിടത്ത് നിൽക്കുന്ന ചന്ദ്രനല്ല, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ബന്ധം വേണം, വ്യാഴത്തിൻ്റെ അംശം വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ മെൻ്റലി സ്റ്റിമുലേറ്റിംഗ് റൊമാൻസാണ്. അതായത് വാചകമൊക്കെ അടിക്കാനും സംസാരിക്കാനും കഥ പറയാനും കഥ കേൾക്കാനും ഒരാളെ പെട്ടെന്ന് അവരുടെ റൊമാൻസിൽ ഒരാളെ ഉയർത്തിക്കൊണ്ട് വരാനും അവരെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നല്ല കഴിവായിരിക്കും. അതുപോലെ തന്നെ പ്ലേഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും എതിരെ നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും, അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ അവരുടെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനും ഇവർക്ക് നല്ല കഴിവായിരിക്കും. അതേസമയത്ത് തിരിഞ്ഞു പോയാലും ഭയങ്കര പ്രശ്നമാണ്. ഇനി ബുധൻ വളരെ നീചനായിട്ട് പോയാലോ ബലഹീനനായി പോലും ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും. അത് പിന്നീട് പറയാം. അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ഷെയറിങ് ഇൻ്റലക്ച്വൽ നോളജ്, അത് പഠിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ, കുട്ടികളോട് നോളജ് ഷെയർ ചെയ്യാൻ, കുട്ടികളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവാൻ, കുഞ്ഞുങ്ങളെ ഇരുത്തി പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ റൊമാൻറ്റിക് ലൈഫാണെങ്കിലും അവരുടെ ഇടയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ, പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെയൊക്കെ വല്ലാതെ ഇഷ്ടമുള്ളവരായിരിക്കും. പഠിപ്പിക്കും. പ്രത്യേകിച്ചൊരു പണ്ഡിതനാണ് ബുധൻ. 5ൽ നിൽക്കുകയാണെങ്കിൽ അസ്ട്രോളജിയൊക്കെ വഴങ്ങും. അസ്ട്രോളജി, അതുപോലെ തന്നെ ഉപാസന ഇത്യാദി വിഷയങ്ങളൊക്കെ വഴങ്ങുകയും ചെയ്യും. 5th ഹൗസാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ബുധൻ ഒരേ സമയത്ത് ഒരു മെൻറ്റർ ചെയ്യാനും അതേപോലെ ഹാസ്യത്തോടും ഇതിനോടൊക്കെ താല്പര്യമുള്ള മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആണെങ്കിലും ബുധന് ബലമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബുധൻ നീചനായി, ഞാൻ പറഞ്ഞില്ല 9 പ്ലാനറ്റ്സിനും നല്ല സ്വഭാവങ്ങളുണ്ട്, മോശ സ്വഭാവങ്ങളുണ്ട്. ഈ 9 പ്ലാനറ്റ്സിനും ഭാര്യമാരുണ്ട്, ഈ 9 പ്ലാനറ്റ്സിനും ലൈഫുണ്ട്. പക്ഷേ അവരുടെ ഒരു രീതിക്കനുസരിച്ച് അത് ബലപ്പെട്ടാൽ അവരുടെ ഒരു എനർജിക്കനുസരിച്ച്, അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് സക്സസ് ആവാം. ഇപ്പം ശനിക്ക് ബലപ്പെട്ട് കഴിഞ്ഞാൽ ശനി കഷ്ടപ്പാടിൻ്റെ കാരകനാണ്. പക്ഷെ അതേ ശനിയാണ് വലിയ വലിയ ഈ മാർബിൾ കോറികളുടെയൊക്കെ അധിപതി. അപ്പോൾ അങ്ങനെ ശനി ബലപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഇന്ത്യ തന്നെ വിലയ്ക്ക് മേടിക്കാൻ കഴിവുള്ള അത്രയും പൈസയുള്ള പല കോറി മുതലാളിമാരെയൊക്കെ നിങ്ങൾക്ക് ബെല്ലാരി കർണാടകയുടെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അപ്പം ശനിയുടെ എല്ലാ കാരകത്വവും അതിനകത്തുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളതാണ്. ഓരോ ഗ്രഹത്തിനും അതാത് സ്ഥാനത്ത് നിൽക്കുമ്പം അതാത് ക്വാളിറ്റി ഉണ്ട്. നെഗറ്റീവായ കൺസ്യൂമേറ്റ് ലയർ എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ബുധൻ ഭയങ്കര മാനിപ്പുലേറ്റീവായിട്ടുള്ളൊരു പ്ലാനറ്റാണ്. കാരണം ബുധൻ്റെ ജനനം തന്നെ അങ്ങനെയാണ്. നമ്മുടെ കഥകൾ ഡീകോഡ് ചെയ്താൽ മനസ്സിലാവും. സോ അങ്ങനെ ഒരു ആളായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ ആളാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇയാളുടെ ലെഗസി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇയാൾ എത്ര കഴിവുണ്ടെങ്കിലും ഇയാൾക്കൊരു ഭയം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആക്ച്വലി 5-ലെ ബുധന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഭയമുണ്ട്, ഒരു ഇൻട്രോവേർട്ട് സ്വഭാവമുണ്ട്. അതേ സമയത്ത് ഇവർക്ക് അറിയാവുന്ന ഒരു സ്ഥലത്താണെങ്കിൽ, ഇവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇവർ വളരെ എക്സ്ട്രോവേർട്ടായിട്ട് ഇടപെടുകയും ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ചറായിട്ടുള്ള ആംബിവേർട്ട് ആണോ എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ അങ്ങനെയും പറയാൻ വേണമെങ്കിൽ, ഇത് ചില സ്ഥലങ്ങളിൽ ഒരു പക്ക ഇൻട്രോവേർട്ടായിട്ടിരിക്കും, ചില സമയങ്ങളിൽ പക്ക എക്സ്ട്രോവേർട്ടായിട്ടും ഇടപെടുകയും ചെയ്യും. അത് അവരുടെ ആ ഒരു സർക്കിളിലാണ് അവരത് പുറത്തേക്ക് വരുന്നതും. മെർക്കുറിയുടെ ഒരു പോസിറ്റീവ് ട്രേറ്റ് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർക്കിളിൽ ഇവർ ഭയങ്കര വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ പുറത്ത് അങ്ങനെ ആയിരിക്കത്തും ഇല്ല. എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാൻ ഒരു ഭയമുണ്ടാകും ഇവർക്ക്. ഇനി നെഗറ്റീവ് ട്രേറ്റ്സ് പറയാം. നെഗറ്റീവ് ട്രേറ്റ്സ് ബുധൻ്റെ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ബുധനോട് സാറിന് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന്. ഞാൻ അതുപോലെ ബുധനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ, അപ്പം ബുധനെക്കുറിച്ച് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചോളുക. ബുധനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ബുധൻ്റെ രാശികളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പല കാര്യങ്ങളും, ബുധൻ്റെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോയി എടുത്തു വെച്ച് ജിജ്ഞാസുക്കൾ പഠിച്ചോളൂ. അതെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ ഉണ്ട്. ഇനിയും ബുധൻ്റെ നെഗറ്റീവായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ലയറാണ്. സാഹചര്യത്തിനനുസരിച്ച് നിന്ന് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ബുധനുണ്ട്. ബുധൻ നെഗറ്റീവായാൽ ഓവർ അനാലിസിസ് വേറൊരു കാര്യമാണ്. ഓവർ തിങ്കിങ്, ഓവർ അനാലിസിസ്, ഓവറായിട്ട് ചിന്തിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ബുധൻ്റെ ഒരു മോശ സ്വഭാവങ്ങളിൽ ഒന്നാണ്. ഇരുന്ന് ചിന്തിച്ചു, പക്ഷെ ആർക്കും മനസ്സിലാവത്തില്ല ഇവരിങ്ങനെ ചിന്തിച്ചു കൂട്ടി ഒരു പ്രത്യേക തലത്തിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഭയങ്കര വെപ്രാളമായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 5-ൽ ബുധൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം സ്ത്രീ ജാതകത്തിൽ 5-ൽ ബുധൻ, 4-ൽ ചന്ദ്രൻ, 12-ൽ ചൊവ്വ, ഇതൊന്നും വരുന്നത് അത്ര നല്ല. 7-ൽ രാഹു, 7-ൽ ബുധൻ, ഇതൊന്നും നല്ലതല്ല. പുരുഷ ജാതകത്തിൽ 1, 7, 8, 12. അപ്പോൾ അങ്ങനെ 5-ലും. അപ്പോൾ പ്രധാനമായിട്ടും ഇൻകൺസിസ്റ്റൻസി ഇൻ റൊമാൻസിലൊരു സ്ഥിരത ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വ്യാഴത്തിൻ്റെ ബലവും കൂടെ നോക്കണം കേട്ടോ. എപ്പോഴും 5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പം അവർക്ക് ജാതകത്തിൽ വ്യാഴത്തിന് നല്ല ബലമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാവത്തിൻ്റെ കാരക എന്നുള്ള രീതിയിൽ വ്യാഴത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ആ ഭാവത്തിന്. അതുകൊണ്ടാണ് ഭാവത്തിനും തൽപ്പതിക്കും, ഭാവത്തിൽ നിൽക്കുന്നത് ഭാവത്തിൻ്റെ തൽപ്പതിക്ക്, ആ ഭാവത്തിൻ്റെ ലോഡിന്, പിന്നെ കാരഗ്രഹത്തിന് മൂവർക്കും ബലം വന്നാൽ എവിടെയൊക്കെ നിന്നാലും ഈ ഭാവത്തെ അവർ അനുഗ്രഹിക്കും. ഇപ്പോൾ 11-ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ 5-ൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴം കാരകനും കൂടി ആയതുകൊണ്ട് അവിടേക്ക് ദൃഷ്ടി ചെയ്താൽ എന്തൊക്കെ പറഞ്ഞാലും ആ ബുധൻ ഇച്ചിരി നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് ബുധനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ ആ ഭാവത്തിന്, ആ കാരകൻ്റെ ദൃഷ്ടി ഭാവത്തിന് ഭയങ്കര ബലം തന്നെയാണ്. അതുപോലെ തന്നെ എന്നാൽ ശത്രുഗ്രഹത്തിൻ്റെ ദൃഷ്ടി ബുധന് വീഴുന്നത് ബുധനെ ഒതുക്കും, ബുധൻ്റെ ഫലം കുറച്ച് കുറയും. എന്നാൽ പോലും ദോഷങ്ങളും ധാരാളം കുറയും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസി ഇൻ റൊമാൻറ്റിക് ലൈഫിൽ കൺസിസ്റ്റൻസി കുറവായിരിക്കും. ഭയങ്കര റാഷണലായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. റൊമാൻസിനകത്ത് എവിടെയാണ് റാഷണാലിറ്റി? പ്രണയത്തിന് എന്ത് റാഷണാലിറ്റിയാണ്? അപ്പം റാഷണാലിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്ന് പ്രണയിക്കുകയാണെങ്കിൽ നാളെ ഇത് പരാജയപ്പെട്ടാൽ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ഇത് നാളെ പോകാം എന്നൊക്കെ വിചാരിച്ച് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പ്രശ്നങ്ങൾ ചിന്തിച്ച് അത് ഇന്ന് പ്രസൻറ്റ് ചെയ്ത റിലേഷൻഷിപ്പ് കുളമാക്കാൻ ഉള്ള കഴിവ് ബുധന് ജാതകത്തിൽ പൊതുവേ ബലപ്പെട്ടവർക്കുള്ള. അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ്, പിടപ്പ് എപ്പോഴും വെപ്രാളങ്ങൾ, അത് ക്രിയേറ്റീവ് പർപ്പസിലായിക്കോട്ടെ, റൊമാൻറ്റിക് കാര്യങ്ങളിലായിക്കോട്ടെ, ക്രിയേറ്റീവ് പ്രൊജക്റ്റുകളിലായിക്കോട്ടെ, മക്കളെക്കുറിച്ച് ആലോചിക്കോട്ടെ. സ്ത്രീകൾക്കൊക്കെ 5-ൽ ഞാൻ പറഞ്ഞില്ല, 5-ൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭയങ്കര ആദിയായിരിക്കും.
അതിഭീകരമായ ആദിയായിരിക്കും. ആ കുട്ടികളെ ആലോചിച്ച് കുട്ടികളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഓവർ തിങ്കിങ്ങും ആയിരിക്കും കുഞ്ഞുങ്ങളെ ആലോചിച്ച്. അങ്ങനെയൊക്കെ വരുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പണ്ഡിതനായിരിക്കും, കഴിവുള്ള ആളായിരിക്കും, ഒരുപാട് ശേഷിയുള്ള ആളായിരിക്കും. പക്ഷേ ബലമുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോസിറ്റീവ് ട്രേറ്റ്സൊക്കെ ബലമുണ്ടെങ്കിലാണ്. 5th ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ, നമ്മുടെ സെൽഫിനെ, നമ്മുടെ ഒരുപാട് ആത്മസുഖത്തിനെ, നമ്മുടെ സന്തോഷത്തിനെ ഒക്കെ സ്വാധീനിക്കുന്ന ഭാവമായതിനാൽ അവിടെ നിൽക്കുന്ന ഗ്രഹം നമ്മുടെ സന്തോഷത്തിൻ്റെ രീതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും കൂടി കാണിച്ചു തരുന്നു. അപ്പം നമ്മുടെ ഗ്രഹത്തിന് ബലം കുറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തെ നമ്മളെങ്ങനെ നശിപ്പിക്കും എന്നുള്ളതും കൂടി, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതും കൂടി കാണിച്ചു തരുന്നു. അപ്പോൾ ഈ രണ്ട് നമുക്ക് അറിഞ്ഞാൽ എന്താ, നമുക്കതിൽ നിന്ന് മാറി ചിന്തിക്കുക. ഇപ്പം 5ൽ ബുധൻ നിൽക്കുമ്പോൾ എനിക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ടാകുന്നു, ഇന്ന ദോഷവശങ്ങൾ ഉണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ക്വാളിറ്റി ഉള്ള വശത്തിലേക്ക് ചരിയാൻ മാക്സിമം നോക്കണം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം വന്ന് നമുക്ക് വേദനകളുണ്ടാവും. വേദനകളുണ്ടായാലും അത് ഇങ്ങോട്ട് നിന്നിട്ടാണല്ലോ, നമ്മൾ പോസിറ്റീവായിട്ട് നിന്നിട്ടാണല്ലോ നമുക്കിത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ സന്തോഷിച്ച് നമുക്ക് നമ്മുടെ കർമ്മത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, ധർമ്മത്തിലൂന്നി നിൽക്കുന്നവരെ, അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ്. ആ ധർമ്മത്തിലൂന്നി നിൽക്കുന്നവരെ ആരാ, ഭഗവാൻ കാത്തോളും, ഉറപ്പാണ്. അത് കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ഫലം ഇന്നല്ലേ നാളെ നമ്മൾ കിട്ടും. പുന്താനം പറഞ്ഞ പോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിക്കണം. അത് സംശയമില്ലാത്ത കാര്യമാണ്, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നത് പോലും അറിവില്ലായ്മ, അല്പജ്ഞാനമാണ്. ഈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ജീവിതത്തെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സ്വന്തം ജീവിതം അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു എക്കോസിസ്റ്റം ഉണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് പോലെയാണ്. എല്ലാം ഇങ്ങനെ കിടന്നാടുന്നുണ്ടെങ്കിലും ഒരു ബാലൻസ് ഉണ്ട് ഇതിന്. നമ്മൾ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, പക്ഷേ ഇതിനുള്ളിൽ ഒരു ബാലൻസ് ഉണ്ട്. ഭൂമി ഇങ്ങനത്തെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു ബാലൻസ് ഉണ്ട്. ആ ഒരു ഋതമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഇതിനെല്ലാത്തിനും. അതിനെ മുകളിലേക്കോ താഴത്തേക്കോ പോയാൽ പ്രപഞ്ചം പ്രതികരിക്കും. അത് പ്രപഞ്ചത്തിൻ്റെ ഫോമായി നമ്മൾ ഓരോരുത്തരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അമിതമായ ശരീരത്തിനെ ചൂഷണം ചെയ്യുകയോ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ശരീരം പ്രതികരിക്കും. പക്ഷെ ഒരു ബാലൻസ് ചെയ്തൊക്കെ അങ്ങ് പോയാൽ, ഹെൽത്തി ആയിട്ട് അങ്ങ് പോയാൽ ഒരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ട് ഇതിനല്ല. അതിലൂടെ പോയാൽ നമുക്ക് സന്തോഷവും ഉണ്ടാവും. അപ്പം ബുധനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോരോ ജാതകങ്ങളിലും പരീക്ഷിച്ച് നോക്കുക. ബുധനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ബുധനെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നിട്ടുള്ളത് ബുധനെ മോശമായിട്ട് പറഞ്ഞുവെന്നും അതുപോലെ തന്നെ മകരം രാശിയെ മോശമായി പറഞ്ഞുവെന്നുമാണ്. പക്ഷേ രണ്ടും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ കൂടുതലും ബുധനിൽ പോസിറ്റീവായിട്ടുള്ള ട്രേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടിയാണ് ഞാൻ ഊന്നി പറയാൻ ശ്രമിച്ചതും. അതോടൊപ്പം തന്നെ 5ാം ഭാവത്തിൻ്റെ ചില കാര്യങ്ങൾ മുൻപേ പറഞ്ഞിട്ടില്ലാത്തത് വിട്ടുപോയതും കൂടെ ഞാനിവിടെ യോജിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അംഗാരകനായിരുന്നു പറയേണ്ടത്, പക്ഷെ നമ്മൾ മെർക്കുറി എടുത്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുജനെ നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.